കോഴിക്കോട് എലത്തൂരിലെ യുവതിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. യുവതിയെ ഒന്നിച്ചു മരിക്കാമെന്ന് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തി തന്ത്രപരമായി കൊലപ്പെടുത്തുകയായിരുന്നു വൈശാഖൻ. ഇയാളുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളും CCTV ദൃശ്യങ്ങളുമാണ് കേസന്വേഷണത്തിൽ നിർണായകമായി മാറിയത്. ഈ കാണുന്ന കടമുറിക്കകത്ത് നിന്നാണ് ഈ കുറ്റകൃത്യം നടക്കുന്നതും അതിനുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നതും. യുവതിയുടെ മൃതദേഹം കണ്ട നാട്ടുകാർ ഇവിടേക്ക് ഓടിക്കൂടി പോലീസിൽ വിവരമറിയിച്ചു. പിന്നീട് ഈ നാടും നാട്ടുകാരും കേട്ടത് ഞെട്ടിക്കുന്ന ചില കഥകളാണ്. വർഷങ്ങളായി വൈശാഖനും യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനിടെ കൗമാരകാലം തൊട്ട് പലതവണയായി ഇയാൾ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു. ഇതിനിടെ അടുത്ത കാലത്തായി യുവതി വിവാഹാഭ്യർത്ഥന നടത്തിയെങ്കിലും ഇയാൾ ഒഴിഞ്ഞു മാറി. കാര്യങ്ങളെല്ലാം യുവതി പുറത്തു പറയുമോ എന്ന് ഭയന്ന പ്രതി യുവതിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആത്മഹത്യാ നാടകത്തിലേക്ക് എത്തിയത്. ഒന്നിച്ചു ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നിച്ചു മരിക്കാമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് വൈശാഖൻ യുവതിയെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയത്. രണ്ടുപേർക്കും മരിക്കാനായി കുരുക്ക് തയ്യാറാക്കിയ വൈശാഖൻ യുവതി കഴുത്തിൽ കുരുക്കിട്ടയുടനെ സ്റ്റൂൾ തട്ടിമാറ്റുകയായിരുന്നു. മരണമുറപ്പിച്ചതിന് പിന്നാലെ ഇയാൾ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പ്രതി കുറ്റകൃത്യം നടപ്പിലാക്കിയത്. എന്നാൽ എലത്തൂർ പോലീസിന്റെ കൃത്യമായ ഇടപെടലും അതോടൊപ്പം തന്നെ പഴുതടച്ചുള്ള അന്വേഷണവുമാണ് വൈശാഖനെ കൊടുക്കുന്നത്. അതിൽ നിർണായകമായി മാറിയത് CCTV ദൃശ്യങ്ങളും. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വരും ദിവസങ്ങളിൽ വൈശാഖനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.